ജൂൽ മാക്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നിയർ ഇമ്പിച്ചിബാവ ഹോസ്പിറ്റൽ, ചമ്മരവട്ടം റോഡ്, ആലത്തിയൂർ. നമസ്കാരം. വെട്ടം ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. തിരൂർ ഗൾഫ് മാർക്കറ്റിലെ തെരുവ് കച്ചവടം ഒഴിപ്പിക്കാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ. തെരുവ് കച്ചവടത്തിനെതിരില്ലെന്നും തെരുവിൽ കച്ചവടം ചെയ്ത് കടയിൽ കയറിയവരാണ് ഞങ്ങളെന്നും മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള തെരുവ് കച്ചവടത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും ജനറൽ സെക്രട്ടറി KT ഇബ്നു വഫ പറഞ്ഞു. തയ്യിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. അപ്പൊ തെരുവാര കച്ചവടത്തിന് വേറെ ആർക്കോ അംഗീകാരം കൊടുക്കുകയും അത് ഇനി അത് പിൻവാങ്ങൂല എന്ന് ഉറപ്പ് വന്നപ്പോൾ നമുക്ക് കൂടി ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത് എത്രമാത്രം അതിന് ശരിയുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് പിന്നെ എന്തിനാണ് ഫോറിൻ മാർക്കറ്റിലേക്ക് വന്നിട്ട് തെരുവോര കച്ചവടത്തിനെതിരെ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ എന്തായാലും മറ്റൊരു സംഘടനയോടും ഞങ്ങൾ ഇതിനെ ഹെൽപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഇവിടുന്ന് ഒഴിവാക്കി തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിന് മുന്നിൽ താൽക്കാലിക വ്യാപാരത്തിന് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് നടന്ന സമരം പരാജയപ്പെട്ടപ്പോഴാണ് ഗൾഫ് മാർക്കറ്റിലെ വെള്ളിയാഴ്ച തെരുവ് കച്ചവടം അവസാനിപ്പിക്കാനായി ചിലരെത്തിയതെന്നും ഞങ്ങൾ ആരെയും ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും ഗൾഫ് മാർക്കറ്റ് മർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗൾഫ് മാർക്കറ്റ് ഒരിക്കലും തെരുവ് കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട കച്ചവടക്കാർക്ക് എതിരല്ല എന്നുള്ളതാണ് നമുക്ക് ആദ്യമേ പറയാനുള്ളത്. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഇന്ന് കാണുന്ന ഈ ഫോറിൻ മാർക്കറ്റ്, ഗൾഫ് മാർക്കറ്റ്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു സംവിധാനം ഇവിടെ ആയിട്ടുള്ളത് ഒരു കാലത്ത് 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷന്റെ ബഹുമാന്യ പ്രസിഡന്റ് എൻ്റെ കൂടെയുണ്ട്. അവരൊക്കെ ഈ തുടങ്ങി വെച്ച ഫോറിൻ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അന്ന് ഫോറിനിൽ നിന്ന് ഏതെങ്കിലും തുണിത്തരങ്ങളോ അല്ലെങ്കിൽ ഫോറിൻ സാധനങ്ങളോ ഒക്കെ നാട്ടിലെത്തിച്ചാൽ അത് വിൽക്കുന്നതൊക്കെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാലം മുന്നോട്ട് പോയപ്പോൾ ഇവിടെ ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഒരുപക്ഷെ ഒരു വണ്ടിക്ക് ഒരു ബൈക്കിന് കടന്നു പോകാൻ സാധ്യമല്ലാത്ത രീതിയിൽ റോഡ് അടക്കം കൈകാര്യം ചെയ്തുകൊണ്ട് പല ദിക്കുകളിൽ നിന്നും അൺനോൺ ആയിട്ടുള്ള, അഡ്രസ് ഇല്ലാത്ത, അറിയപ്പെടാത്ത പലരും ഇവിടെ കച്ചവടം ചെയ്യുന്നതായിട്ട് പരക്കെ ആക്ഷേപമുണ്ട്. ഇവർക്ക് അസോസിയേഷൻ ഉണ്ട് അല്ലെങ്കിൽ സംഘടന ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ ആ സംഘടനക്ക് എന്തുകൊണ്ട് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൂടാ? ഇവിടെ 50 കച്ചവടക്കാർ ഒരു ദിവസം വരുന്നുണ്ട്, വെള്ളിയാഴ്ച വരുന്നുണ്ട്. അവർ കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ആളാണ്, റഫീഖാണ് ഇവിടെ ചെയ്യുന്നത്, ഇവിടെ രാമനാ ചെയ്യുന്നത്, ഇവിടെ ജോസഫാ ചെയ്യുന്നത്, ആ ഇന്ന സ്ഥലത്തുള്ള ആളാണ്, അതിൽ ഇന്ന സാധന വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒരു പാളിച്ച വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ അവർക്ക് എന്ത് ചെയ്യണം? അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഇല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ദുരനുഭവം അനുഭവിക്കേണ്ട ആളുകൾ ഗൾഫ് മാർക്കറ്റ് കച്ചവടക്കാരായിരിക്കും തീർച്ചയായിട്ടും. അത് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ കുറെ സാധനങ്ങൾ തീർച്ചയായിട്ടും ടെക്നോളജി ബേസ്ഡുള്ള സാധനങ്ങൾ അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അത് ഔട്ട്ഡേറ്റ് ആവുന്ന സാധനങ്ങൾ നമ്മളിങ്ങനെ പണ്ടൊക്കെ ഞാൻ ഇതിന്റെ ഒരു സാധനം വിൽക്കാതെ ഇങ്ങനെ മൂലക്കാം അതിങ്ങനെ കാലങ്ങളായിട്ട് മാറ്റിയിടും. ഇപ്പൊ ഈ ഫ്രൈഡേ മാർക്കറ്റിലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബേസിക്കലി നമുക്കറിയുന്ന, നമ്മൾ അവരെ അറിയുന്ന കുറെ കച്ചവടക്കാരുണ്ട്. ആ കച്ചവടക്കാർ എന്ത് ചെയ്യും? ഇതിനെന്തോ ഒരു പേര് പറഞ്ഞിട്ട് ലാട്ടെടുക്കുക എന്ന് പറയും. ഇവരതൊരു കൂമ്പാരമാക്കിയിട്ട് ഒരു പ്രൈസിന് എടുക്കും. ഈ സാധനം അവർ അവിടെ ഇവിടെ കൂട്ടിയിട്ടിട്ട്, ഞാൻ പറയുന്നത് ഈ തെരുവോര കച്ചവടങ്ങൾ നമ്മളെ മാർക്കറ്റിന്റെ മാത്രമൊന്നുമല്ല. നിങ്ങൾ ബോംബെ പോയാലും, ഡൽഹി പോയാലും, ചെന്നൈ പോയാലും, ബാംഗ്ലൂർ പോയാലും, ലോകത്ത് എവിടെ പോയാലും ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട്. ഫ്രൈഡേ മാർക്കറ്റിൽ തെരുവ് കച്ചവടം ഉണ്ട്. ഞങ്ങളുടേത് സ്വതന്ത്ര സംഘടനയാണ്. ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം മാനിച്ചാണ് വെള്ളിയാഴ്ച അവധി തീരുമാനിച്ചത്. തീരുമാനം മാറിയാൽ തെരുവ് കച്ചവടം മറ്റൊരിടത്തേക്ക് മാറ്റേണ്ടി വരുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇവിടത്തെ തെരുവ് കച്ചവടക്കാരുടെ എണ്ണം പരിമിതപ്പെടുത്തണം. ഗൾഫ് മാർക്കറ്റിലെ സ്ഥാപനങ്ങളുടെയും സാധനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി തെരുവ് കച്ചവടക്കാർ സെക്യൂരിറ്റിയെ നിയമിക്കണമെന്നും അടക്കമുള്ള നിബന്ധനകളും അസോസിയേഷൻ മുന്നോട്ടുവച്ചു. ജനറൽ സെക്രട്ടറി KT ഇബ്നു വഫ, പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി, VA അൻവർ സാദത്ത്, അബ്ദുൽ ഗഫൂർ, ഷാജഹാൻ, സെയ്തലവി, VV മുജീബ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.